അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മടവൂർ കാഫിലയുടെ പ്രയാണത്തിൽ പുതിയൊരു വഴിത്തിരിവിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് മലപ്പുറം ജില്ലയിൽ വെണ്ണിയൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. ഫുൾ അഡ്രസ്സ് ഇൻഷാ അല്ലാഹ് നമുക്ക് അവരുടെ അടുത്ത് ചോദിക്കാം. അതിനു മുമ്പ് പച്ചമരുന്ന് മുഹമ്മദ് കുട്ടി ഹാജിഖാനെ കാണാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഇപ്പോൾ വൈറലായി നിൽക്കുന്ന ഒരാളാണ്. ഞാൻ ഇവരെ വേറെ ചാനലിൽ നിന്ന് മദ്രസയിലൊക്കെ പഠിപ്പിച്ച മദ്രസ മൗലവിയും കൂടിയാണ് അജീക്ക ഉസ്താദാണ്. അപ്പോൾ ഒരു വേറെ ചാനലിൽ പച്ചമരുന്നിൻ്റെ കച്ചവടം ഞാൻ കണ്ടിരുന്നു. അപ്പോൾ ഓരെ ഞാൻ വിളിച്ച് ഈ പച്ചമരുന്നിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി വിളിച്ചതാണ്. അങ്ങനെ ചോദിച്ചു വന്ന കൂട്ടത്തിൽ മഹാന്മാരും ഔലിയാക്കന്മാരുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന് സംസാരത്തിൽ മനസ്സിലായി. അങ്ങനെ ഞാൻ ചോദിച്ച് CM വലിയുല്ലാഹിയെ കണ്ടിട്ടുണ്ടോ എന്ന്. പക്ഷെ മടവൂർ ശൈഖുനാനെ കണ്ട അനുഭവങ്ങൾ അന്ന് കുറഞ്ഞ സമയം എൻ്റെ അടുത്ത് സംസാരിച്ചിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ നാട്ടിലേക്ക് ഒരു ദിവസം ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു വന്നതാണ്. ഇവർ മെയിനായിട്ട് ഇപ്പം ഉസ്താദിൻ്റെ ജോലി ആജിക്കയുടെ ജോലി പച്ചമരുന്ന് കച്ചവടമാണ്. നമുക്ക് ഇൻഷാ അല്ലാഹ് മടവൂർ ശൈഖുനായുടെ ചരിത്രം പറയുന്നതോടെ കൂട്ടത്തിൽ തന്നെ ആ മരുന്നുകളെയും ആർക്കെങ്കിലൊക്കെ ഉപകാരപ്പെടണമെങ്കിൽ പെട്ടോട്ടെ, ആ ഒരു ഉദ്ദേശത്തിൽ ആ മരുന്നുകളെയൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് പരിചയപ്പെടുത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് ഉസ്താദിൻ്റെ അടുത്ത് തന്നെ നമുക്ക് ചോദിക്കാം. ഏതായാലും ഇന്ന് പച്ചമരുന്ന് മുഹമ്മദ് കുട്ടി ഹാജിയാണ് കാഫിലയിൽ നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. ഓരോ മടവൂർ കാഫിലയിലേക്ക് വളരെ വിനയത്തോടെ സ്വാഗതം ചെയ്യാം. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മഗ്ഫിറത്തു വജന്നത്തു. ആമീൻ. എന്തൊക്കെ വർത്താനം, റാഹത്തല്ലേ? അൽഹംദുലില്ലാ അൽഹംദുലില്ലാ. സന്തോഷം. ഇന്നവിടെ പോയില്ലേ? ഇല്ല, ഇന്ന് അഞ്ചൻ്റെ മരിപ്പും കാരനൊക്കെ അവിടെ പോയിട്ടില്ല. തിങ്കളാഴ്ച പൊതുവേ പോകലില്ല. ഇല്ലല്ലേ? മരുന്ന് ഒപ്പിക്കലാണ്, മരുന്ന് ഉണ്ടാക്കി വെക്കലാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മരുന്നിനെ കുറിച്ചൊക്കെ ചോദിക്കാം. നമ്മൾ വന്ന ഉദ്ദേശം ബഹുമാനപ്പെട്ട ഖുതുബുൽ ആലം CM വലിയുള്ളാഹിനെ കുറിച്ച് അറിയാനാണ്. അപ്പോൾ ഏതായാലും CM വലിയുള്ളാഹിയെ ബഹുമാനപ്പെട്ട ശൈഖുനാനെ നിങ്ങൾ ആദ്യമായിട്ട് ബന്ധപ്പെടുന്നതും കാണുന്നതും എങ്ങനെയായിരുന്നു? അവർ ഷർട്ട് ഇടൂല, അങ്ങനെ ഒരു അയലിൽ നമ്മൾ കാണുന്നവർക്ക് അവരെ പറ്റിയൊന്നും പെട്ടെന്ന് മനസ്സിലാവില്ല. അവർ ഭയങ്കര മഹാൻ തന്നെയാണ്, യാതൊരു സംശയമില്ല. വലിയ വലിയ ആളാണ്, വലിയ മഹാനാണ്, ചെറിയ ആളൊന്നുമല്ല. എന്ത് കാര്യം പറഞ്ഞാലും ഒരു രോഗം പറഞ്ഞാലും ആ രോഗം വേണ്ടെന്നാണ്ട് പറഞ്ഞാൽ പിന്നെ ആ രോഗമില്ല. ഈ മരുന്നിൻ്റെ ആവശ്യമൊന്നുമില്ല. ഇല്ല, ആ രോഗം ഇനി വേണ്ട. ഓപ്പറേഷൻ ചെയ്യാനോ വേറെയോ ചെന്നാൽ ആ ഓപ്പറേഷൻ വേണ്ട, അത് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ഇല്ല. പള്ളിയിൽ മൊയ്യും മറ്റുള്ളവരൊക്കെ വന്നിട്ടും ഇരുന്നിട്ടും എന്തെങ്കിലും ഒന്നിങ്ങനെ തടവുക ചില സമയത്തൊന്ന് തടവി കിട്ടും. അതല്ലെങ്കിലോ വേണ്ട, ആ രോഗം വേണ്ട, പോയി പോന്ന് പറയും. നിങ്ങൾ ആദ്യമായിട്ട് കണ്ടത് എപ്പോഴാണ്? നിങ്ങളുടെ അനുഭവം എന്താണ് ശൈഖുനാടത്തേക്ക് പോകാനുള്ള? അല്ല, ഞാനിങ്ങനെ ഒരു അനുജന് ഒരു മാനസികമായിട്ടുള്ളൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. എൻ്റെ ഇപ്പം ഈ മരിച്ച അനുജന്. അപ്പം അങ്ങനെ അന്നേൽക്കാണ് ഞാൻ പോയിട്ടുള്ളത്. ആരാ കൊണ്ടുപോയത്? ഞാനും അവനും കൂടി തന്നെ പോയത്. അനുജനായിട്ട് തന്നെ പോയത്? മാനസികമുള്ള അനിയനായിട്ട് തന്നെ പോയത്. അങ്ങനെ എവിടെ പോകണം കാണാൻ? അവരെ കോഴിക്കോട് ഇരിക്കണ മൂപ്പൻ്റെ വീട്ടിൽ. എന്നിട്ട് അല്ല, അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ആയിട്ട് പിന്നെ സമാധാനത്തിലും റായത്തിലും ആയി കിട്ടി. പിന്നെ ശൈഖുനാൻ്റെ അടുത്ത് പിന്നെ പിന്നെ കുറച്ച് അസുഖമുണ്ട്, അതിനെ പറ്റി ഞങ്ങൾ വന്നാണെന്ന് അത് പറയാതെ തന്നെ അവർ മനസ്സിലാക്കി മറുപടി ഇങ്ങോട്ട് പറഞ്ഞേക്കണം. എന്താ പറഞ്ഞ? അത് ആ സോക്ക് വേണ്ടെന്ന് പറയുക, അല്ലെങ്കിൽ അത് സാരമില്ല അങ്ങനെയൊക്കെയാണ്ട് പറയലാണ്. അങ്ങനെ പിന്നീട് പിന്നെ അങ്ങനെ പിന്നെ ഇടയ്ക്കൊക്കെ വേറെ ആവശ്യങ്ങൾക്കൊക്കെ പോകും. പിന്നെ അപ്പം നല്ല ഇടയ്ക്ക് തന്നെ നമ്മൾ കാഴ്ചപ്പെടും റായത്ത് തന്നെയാണ്. പിന്നെ കൂടുതലും ആളുകൾ ഒരു സോക്കറിനാണ് വരൽ. അപ്പോൾ അവരോട് ചിലപ്പോൾ എന്തെങ്കിലും ചെല്ലാൻ പറയും. അവർക്ക് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞു കൊടുക്കും. കൂടുതലും രോഗത്തിന് ആ രോഗം വേണ്ടെന്നാണ്ട് പറയലാണ് അവരെ മെയിൻ. പിന്നെ അവർ ഒരു കാര്യം പാസ്സാക്കിയത് നടപ്പിൽ വരലുണ്ട്. എന്തൊരു കാര്യം എബിസ്ഥാനായാലും വേറൊരുക്കായാലും എന്തൊരു വിഷയത്തിനായാലും അവർ പറഞ്ഞതാണ്ട് നടപ്പിൽ വരൽ തന്നെ. പാസ്സാക്കി അങ്ങനെയാണ് പറയല്. നിങ്ങളുടെ അനുഭവം മടവൂർ ശൈഖുനായുമായിട്ട് ഉസ്താദിനുണ്ടായ അനുഭവം എന്താണ്? ശൈഖുനാട് ഒരു തവണ പോയിട്ടുള്ളൂ? അല്ല, ഞാൻ ഒരുപാട് വട്ടം പോയിട്ടുണ്ട്. ആ പോയ സമയത്തൊക്കെ ഉണ്ടായ ഒരു അനുഭവങ്ങൾ ഉണ്ടാവൂലേ? ചില സമയത്ത് ഉസ്താദ് ഉറങ്ങുമായിരിക്കും, അല്ലെങ്കിൽ പിന്നെ മൂപ്പനെ ആണ്ട് കടക്കാനേക്കൂല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള. എന്നാലും എത്രയോ അനുഭവങ്ങളുണ്ട്, ഓരോ കാര്യങ്ങൾ. അപ്പോൾ എന്തെങ്കിലും ഒരു രോഗം ഉണ്ടായില്ല, അത് വേണ്ടെന്ന് അറിയും. അങ്ങനെയൊക്കെ തന്നെ മെയിൻ. പിന്നെ
പിന്നെ എന്തെങ്കിലും ചെല്ലാനിരിക്കാനൊക്കെ ചിലവർക്ക് പറഞ്ഞു കൊടുക്കും. അത് ഓരോരുത്തരുടെ യോഗ്യവാക്യാണത്. ഷെയ്ഖുനാന്റെ സൗന്ദര്യം എങ്ങനെയായിരുന്നു? നല്ല സുന്ദര മുഖം, വെളുത്തിട്ടുള്ള ഒരാളുമാണ്. വെളുത്തിട്ട് എപ്പോൾ നോക്കിയാലും ഒരു 16 വയസ്സേ തോന്നിക്കുള്ളൂ. അങ്ങനത്തെ ഒരു ഉസ്താദിന് അത്ര ഒരു പ്രായം കുറഞ്ഞ ലൂട്ട് ആര് കണ്ടാലും മനസ്സിലാവുള്ളൂ. ഒരു ചെറുപ്പക്കാരനായൊരു താടിയും മൂടിയും മീശയൊന്നും ഉണ്ടാവില്ല. ഒക്കെ പ്ലെയിനായിട്ട് ഇങ്ങനെ നിൽക്കും. വരുന്നവർക്ക് പുതിയതായിട്ട് വരുന്ന ഒരാൾക്ക് മൂപ്പരെ പറ്റിയിട്ട് ഒരു പുസ്തകം കിട്ടൂല. അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. പിന്നെ അവർ വീട്ടിൽ തന്നെ പല കറാമത്തുകളും ഓരോരുത്തർക്കും ഉമ്മാനോടും അഞ്ചന്മാർക്കും കുടുംബങ്ങൾക്കൊക്കെ പുതിയ പുതിയ ഓരോ വിഷയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം മൊയ്മൻ്റെ അടുത്ത് അറിയില്ല, ഓരോരുത്തർ പറഞ്ഞ അറിവുകളേ ഉള്ളൂ. പിന്നെ ആരെ കണ്ടത്? പിന്നെ വേങ്ങര കോയപ്പാപ്പനെ കണ്ടിരുന്നു. കോയപ്പാപ്പനെ കണ്ടേക്കണ്. ബാങ്ക് കൊടുത്താലും നിസ്കാരത്തിനും പേരിലൊക്കെ ഓല് അവിടെ പുതച്ച് കിടക്കും. കോയപ്പാപ്പ നിസ്കരിക്കാനല്ല, ഓല് നേരെ മദീനത്ത് മക്കത്തൊക്കെ അവരെ സഞ്ചാരം. വേങ്ങര പോയപ്പോൾ ഞാൻ ഫസ്റ്റ് രണ്ടാമത്തെ ഹജ്ജിന് പോയ സമയത്ത് അബ്ദുൽ ഹമീദ് ഉണ്ടായിരുന്നു. അബ്ദുൽ ഹമീദ് ഉണ്ടായിരുന്നു. അബ്ദുൽ ഹമീദ് പറഞ്ഞ ആൾ ഹജ്ജിനും ഉണ്ടായിരുന്ന ആളുണ്ടായിരുന്നു ആദ്യം. അപ്പം അങ്ങനെ അവിടുന്ന് ഒരു സ്ത്രീൻ്റെ കാലിൻ്റെ വിരലിന് പൊയ്പുണ്ടായിട്ട് കാലിൻ്റെ ചക്കിൽ മുറിക്കുകയാണെന്ന് പറഞ്ഞ്, ചക്കിൽ മുറിക്കാൻ പറഞ്ഞ് പിന്നെ ഡാക്ടർമാർ കാലിൻ്റെ വിരലിന് പൊയ്പുണ്ടായിട്ട് കാലിൻ്റെ ചക്കിൽ മുറിക്കാൻ പാസ്സാക്കി. നാളെ രാവിലെ മുറിക്കുകയാണ് പറഞ്ഞു. അപ്പം ഞാൻ പോയാൽ രാത്രി ചോറുന്നാനെ മാത്രമേ റൂമൊക്കെ എത്തലുള്ളൂ. പിന്നെ അവിടുന്ന് ഒരു 2:30 മണിക്ക് ഞാണ്ട് പോന്നാൽ പിന്നെ രാത്രി ചെല്ലുള്ളൂ. അപ്പോൾ ഞാനാണ്ട് ചെന്നപ്പോൾ എന്നോട് പറഞ്ഞ്, കോയപ്പാപ്പ നമ്മളെ കൂടുതൽ ഹജ്ജിന് വന്ന ഇന്ന ആളെ ഒരു പെണ്ണിൻ്റെ കാലിൻ്റെ വിരൽ പോയിത്തേക്ക് മുറിക്കുകയാണ് പറഞ്ഞു. പിന്നെ ഡാക്ടർ പറഞ്ഞെന്ന് പറഞ്ഞു. അപ്പം ഞാൻ എടുത്ത് വെക്കാൻ വേണ്ട അതൊക്കെ നമുക്ക് എല്ലാവരും ഒന്നുകൊടുത്ത് തരികയായിരുന്നു. ഞാൻ പറഞ്ഞ് എല്ലാവരും ഒന്നുകൊടുത്ത് വരി, എല്ലാവരും യാസീൻ ഉണ്ടോതുക, ആ കാര്യം മുറിക്കൂല, അത് പിന്നെ നമ്മൾ യാസീൻ ഓതുക കോയപ്പാപ്പാക്ക് എന്ന് പറഞ്ഞു. യാസീൻ ഓതുക എല്ലാവരും ഒന്നുകൊടുത്ത് തരിക അറിഞ്ഞ് എല്ലാവരും ഒന്നുകൊടുത്തപ്പോൾ എൻ്റെ അനുഭവത്തിൽ ആ കാര്യം മുറിക്കൂല എന്ന് എൻ്റെ മനസ്സിലുണ്ട് വന്നു. പാപ്പണ്ട് പറഞ്ഞതായിട്ട് അനുഭവം കണ്ടു. അതേപോലെ ഒരു പിറ്റേന്ന് രാവിലെ ഇപ്പോൾ പൊയ്പുള്ള അവിടെ മാത്രം ചെത്തി. അതാണ് കോയപ്പാപ്പ. പിന്നെ അബ്ദുൽ ഹമീദിൻ്റെ മരുമകന് ഇതേപോലെ തന്നെ ഹജ്ജിന് 10 ദിവസം ഹർമെന്ന് എണിച്ചാത്ത ഇബാദത്ത്. 11-ാം ദിവസം അവന് നാട്ടിൽ കൊണ്ട് പോരണം. പിന്നെ അവിടെ നിന്നൂടാ. അങ്ങനെ തൽപ്പാറ തങ്ങൾക്ക് വിളിച്ച് ഹമീദ് വിളിച്ചിട്ട് പറഞ്ഞ് കടുത്ത ഷെയറാണ്, ഇപ്പോൾ എന്താ ചെയ്യുന്ന ഒരു നിവൃത്തിയില്ലല്ലോ എന്നറിഞ്ഞ്. അതും ഇതേപോലെ എന്നോട് പറഞ്ഞപ്പോൾ നമുക്ക് കോയപ്പാപ്പക്ക് ഫൈൻ അടക്കണം എന്നറിഞ്ഞ്. ഫൈൻ അടക്കണം എന്നറിഞ്ഞു. അങ്ങനെ ഹജ്ജിന് നമ്മൾ ഇബ്രാഹിം കെട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കുളിക്കാൻ പോയി. മക്കത്ത്. അപ്പോൾ കുളിക്കാൻ പോയി ഞങ്ങൾ തിരിച്ച് വരും. അപ്പോൾ നമ്മൾ കേടിയാളെ കൊണ്ടുപോകുന്നതിൽ തടുത്ത് നിർത്തി വലയം വെച്ചാൽ കൊണ്ടുപോകുന്നത്. വല ബസ്സിൻ്റെ നിർത്തി അവിടെ ഇറങ്ങി ഞങ്ങളെല്ലാവരും കുളിച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം ഏറാമിനൊക്കെ കെട്ടിച്ച് അതേപോലെ ബസ്സിൽ നടു കയറ്റിച്ച്. കുറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം എന്നോട് പറഞ്ഞ് ഞാൻ ഇങ്ങനെ എത്തിക്കണ്ട്, ഞാൻ ഇരിക്കുന്ന സീറ്റിൽ നിന്നാണ്ട് എത്തിക്കണ്ടിരുന്നു. അപ്പോൾ കോയപ്പാപ്പ നമുക്ക് എന്തോ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതിപ്പോൾ മാറിയിരിക്കണം, ആയിക്കോട്ടെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് ഫൈനടക്കാമെന്ന് ഞാൻ അപ്പോഴും പറഞ്ഞു. വേറൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അവിടുത്തെ പരിപാടിയത്തെ പാപ്പ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ എന്തൊരു വിഷയത്തിനും ആര് വന്നാലും അവിടെ ആളുണ്ടാവില്ല. ഇത്ര ചായ കൊണ്ട് കൊണ്ടുവരാമെന്ന് പറഞ്ഞ് ആ ചായ കൊണ്ട് കൊണ്ടുവന്ന് അതിന് കണക്കാക്കി ആൾക്കാർ വരും കോയപ്പാപ്പൻ്റെ അവിടെ. അങ്ങനെ അതിൻ്റെ കണക്ക്. അപ്പോൾ ഒരു പൊറാട്ടയും കുറച്ച് ബീഫും ചായയും കൂടിയാണ് ഒരാൾക്ക് കൊടുക്കൽ. പാപ്പുള്ള കാലത്തെ 2 പൊറാട്ട കൊടുക്കില്ല, ഓരോ പൊറാട്ടേന് പാപ്പാൻ്റെ കണക്ക്. അങ്ങനെ ഇവന് ഹജ്ജിന് ഇറാൻ കെട്ടി വിഷയം ഒന്നുമില്ല, എല്ലാ കാര്യവും നടപടിയായി റായത്തായി പോന്ന്. ഞങ്ങൾ ഇവിടെ വന്ന് ചായയും കടിയും കൊടുത്ത് റായത്തായി.
ഒന്ന്. അതേപോലെ കോയപ്പാപ്പനെ നേരിട്ട് കണ്ടോ? നേരിട്ട് കണ്ട അനുഭവം പറയും. നേരിട്ട് കണ്ടെത്തി. കോയപ്പാപ്പ എന്താ പറഞ്ഞ ഇങ്ങടുത്ത് കാണാൻ ചെന്നപ്പോ? കോയപ്പാപ്പ നമ്മൾ നേരിട്ട് ചെന്നാൽ വേറൊരാളോട് വർത്താനം പറയരുത്, അത് നമ്മൾ മനസ്സിലാക്കി എടുത്തോളണം. ഞാൻ ആദ്യം എൻ്റെ അനുജനേറ്റ് അങ്ങോട്ട് പോയിരുന്നു. അങ്ങോട്ട് ചെന്നപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞ് പിന്നെ ഒന്നും മുണ്ടാതെ ഈണിച്ച് കണ്ട് പുറത്ത് കണ്ടുപോയി. അപ്പോൾ ആഫിള്ള ബോക്കലേരോട് ഉണ്ടായിരുന്നു. ആഫിള്ള ബോക്കലേരോട് സിഗ്നൽ കൊടുത്ത് ഒലിക്കാൻ നമുക്കറിയില്ല. ആഫിള്ള ബോക്കലേർ ഒരു ദിവസം ഞാൻ എൻ്റെ പെങ്ങൾക്ക് കല്യാണത്തിന് വേണ്ടിയിട്ട് പിന്നെ പോയിക്കാൻ വേണ്ടി ഞാൻ പാപ്പാൻ്റെ അടുത്തിരുന്ന് യാസീൻ ഓതി പിന്നെ ചെറു ശോധക്കന്മാരോടെ പോയി രണ്ടാമത് വന്നപ്പോൾ ആഫിള്ള ബോക്കലേരെ മമ്പുറത്തുനിന്ന് കണ്ടു. ഈ കണ്ട സമയത്ത് ഭയങ്കര പാപ്പാൻ്റെ ശിഷ്യനാണ് ആഫിള്ള ബോക്കലേർ. കണ്ട സമയത്ത് ഞാൻ സലാം ചെല്ലിയപ്പോൾ എനിക്ക് കൈ അന്ന് സലാം മടക്കി. വേറെ ആര് കൈ കൊടുത്തിട്ടും തട്ടിക്കളിയ ആരെയും സ്വീകരിക്കുന്നില്ല. അപ്പോൾ ഈ കൈ കൊടുത്തപ്പോൾ എനിക്ക് കൈ എന്നപ്പോൾ എല്ലാവരും കൂടി പിന്നെ എന്നെ തിരിഞ്ഞിട്ട് ഞാൻ മൂപ്പര് എവിടെ പോയിരിക്കുന്നു അവിടുന്ന് വർത്തമാനം പറയിച്ചിട്ടാണ് ഞാൻ മൂപ്പരിങ്ങനെ പുറത്തേക്ക് വന്ന് ആ കൽക്കാലിൻ്റെ സൈഡിലേക്ക് ഞാൻ മാറി നിന്ന്. ഈ സമയത്ത് മൂപ്പര് ഒതുക്കുമ്പോൾ കൂടി ഇങ്ങനെ ഇറങ്ങി. ഒതുക്കുമ്പോൾ കൂടി ഇറങ്ങിയ മനുഷ്യൻ മുറ്റത്ത് കണ്ട് പോയി കാണുന്നില്ല, ഒതുക്കുമ്പോൾ കൂടി മേപ്പെട്ട് കാര്യമില്ല. അപ്പോൾ അവർക്ക് വേറെ റൂട്ടാണ്. അതാണ് ശിഷ്യനായ അബൂബക്കർ പാപ്പാൻ മുസ്ലിയാർ ഞാൻ കണ്ടത്. അപ്പോൾ പാപ്പാൻ്റെ ബഹുമതി പറയാനില്ലല്ലോ, പാപ്പാൻ്റെ ബഹുമതി പിന്നെ പറയാനില്ലല്ലോ. ശിഷ്യനാണ് കാണിച്ചത്, ശിഷ്യനാണ് ഈ കണ്ടത്. റോഡ് ഇത് ഒതുക്കുമ്പോൾ കൂടി ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഇങ്ങനെ ഒരു മറ ഉണ്ട്. ഈ ഒതുക്കൻ്റെ ഒരു കൽക്കാലിൻ്റെ മറ ഇങ്ങനെ ഉള്ളൂ. ഇങ്ങോട്ട് ഇറങ്ങി പോയിട്ടുമില്ല, മേപ്പെട്ട് കാര്യമില്ല. അപ്പോൾ ഞങ്ങളുടെ കാര്യം അത് ശരിയായിക്കോളും എന്ന് പറഞ്ഞു ചെയ്ത് അപ്പോൾ 4ാമത്തെ കെട്ടിങ്ങിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നല്ല റായത്താണ്. അത് ശരിയായിക്കോളും എന്ന് അബൂബക്കർ പറഞ്ഞു. പാപ്പാൻ്റെ ശിഷ്യൻ പറഞ്ഞു. പിന്നെ അതേപോലെ എൻ്റെ അഞ്ചനേറ്റ് ഞാൻ മടവിൻ്റെ അടുത്ത് പോണ മുന്നേ ഇതിലൊരു പോയിട്ട് ഇതേപോലെ തന്നെ അങ്ങനെ പാപ്പാൻ്റെ ഇറങ്ങിപ്പോയതിൻ്റെ ശേഷം അവിടെ പിന്നെ അവിടെ ഉണ്ടായിരുന്നു. നമുക്ക് കോഴിക്കോട് പോകാനാണ്. കോഴിക്കോട് പോയിട്ട് ഈ അഫീൽ പറഞ്ഞു അങ്ങനെ നമുക്ക് പോകാതെ കോഴിക്കോട്. അപ്പം ബസ് കയറലില്ല മൂപ്പര് നടക്കലാണ്. ഞാനും അനുജനും ഉണ്ടായതുകൊണ്ട് ബസ് കയറി ഞങ്ങൾ അവിടെ ചെന്ന് അവിടുന്ന് വെള്ളിമാട് കുന്ന് അവിടെ ആണ്, ആ പരിസരത്താണ്. അവിടെ ഒരു മാനുണ്ട്. അപ്പോൾ അവിടെ ചെന്ന് നോക്കുമ്പോൾ ഇമ്മൻ താടി മുടിയും വയസ്സന്മാരും അല്ലാതെ ആരുമില്ല. ഞങ്ങൾ 2 നാടന്മാരെ ഉള്ളൂ, അനുജനും ഞാനും പോയി മരിച്ച അനുജനും ഞാനും. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു സദസ്സ് ഉണ്ടാക്കിയിരുന്നു. ആ സദസ്സിൽ നിന്ന് ഇങ്ങനെ മേത്തുകൂടി ഇങ്ങനെ വരുതലും പിടിച്ചവരും ഇങ്ങനെ കാണാമെന്നല്ലാതെ നമ്മൾ മേത്തുകൂടി ആരെങ്കിലും തന്നെ വരുതി ഇങ്ങനെ പോണത് കാണും. എത്രയേ ഉള്ളൂ, രാത്രി ഇരുട്ടല്ലേ. അപ്പം അങ്ങനെ ഒരു വലിയ അത്ഭുതമായിട്ട് അവിടെ സംഭവങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അങ്ങനെയൊക്കെ വലിയ മഹാന്മാരാണ്. അപ്പം അതിൻ്റെ എത്രയോ ഇരട്ടിയാണ് മടവൂർ പാപ്പ. അതിൻ്റെ എത്രയോ 100 ഇരട്ടിയാണ് മടവൂർ പാപ്പാൻ്റെ ദർജ. പൗർവത്രാണ്. പറഞ്ഞു തീർക്കാൻ കഴിയില്ല. കഴിയൂല. അറ്റല്ലാത്ത മഹാനാണ്. അറ്റല്ലാത്ത കടലെന്ന് പറഞ്ഞ കണക്ക് അതാണ് സംഭവം. നമുക്ക് തരട്ടെ. അന്നിപ്പോൾ ഞാൻ പറഞ്ഞത് ഇതിനെക്കാട്ടി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നേക്കാണ്. ഇപ്പോൾ ഒരു മറിവിട്ട മാതിരിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടാത്തത്. എൻ്റെ മനസ്സിലിപ്പോൾ ഞാനുള്ളത് പറയാലോ. അവരെനിക്ക് മറിവിട്ട മാതിരിയാണ് എനിക്ക് തോന്നുന്നത്. ഏതിനും അങ്ങനെയുള്ളോ. നേരെ മറിച്ച് പാപ്പാൻ്റെ ഇപ്പോൾ ഞാൻ പറഞ്ഞു, ഈ പാപ്പാൻ്റെ ഇഞ്ഞും ചരിത്രത്തിൻ്റെ പാപ്പാനെ കുളിപ്പിച്ചാൻ കൊണ്ടായതും പാപ്പാനെ കുളിപ്പിച്ചാൻ കൊണ്ടുപോയി എല്ലാവരും കൂടി ഈ പിന്നെ പൊയ്ക്ക് കൊണ്ടുപോയപ്പോൾ ഒരു പാലാണ്ട് കടന്നിട്ടാണ് കുളിക്കാറിങ്ങത്. അപ്പോൾ പാലം മുറിഞ്ഞ് കൊണ്ടുപോയാൽ പാലം ഒരു നിങ്ങൾ കൊണ്ടുപോയപ്പോൾ നിങ്ങൾ അവിടെ തന്നെ ഭയങ്കരമുണ്ട്. നിങ്ങൾ കുളിച്ച് പോയിട്ടാന്ന് അറിഞ്ഞത് പാപ്പണ്ട് പോന്ന് പാപ്പാനെ കൊണ്ടുപോയതാണ്. പാലം മുറിഞ്ഞു പോയി, പാലം പോലെ തീ വിട്ടുപോയി. പാപ്പ കൊണ്ട് പോകുന്നത്. പാപ്പ പോന്ന് കണ്ടിട്ടുള്ളൂ. പാപ്പ പിന്നെ എവിടേക്കാണ് നടന്നെന്ന് പിന്നെ അവർ കണ്ടിട്ടില്ല. അതിലൊരു ദിവസം ഞാൻ ചെന്നപ്പോൾ ഓടിൻ്റെ മുഴുക്കുണ്ട് ഇങ്ങനെ നിന്ന് മൂത്രമൊഴിക്കുന്നു. അപ്പോൾ പാപ്പ അവിടെ ചെന്നിരുന്നപ്പോൾ വേറെന്തോ വർത്താനം പറഞ്ഞ് ചെന്നിട്ട് കുടുംബത്ത് ഇങ്ങനെ മൂത്രമൊഴിച്ച്. അപ്പം നമ്മൾ കോയരി ചെല്ലുന്ന കോണിയാണല്ലോ, ഈ കോണിയിൽ കൂടിയാണ് പാത്തുന്നത്. നമ്മൾ വെള്ളം ഒഴിച്ചാൽ ഇങ്ങനെ ഒലിച്ചിട്ട് വരില്ലേ, അതേപോലെ മൂത്രം ഇങ്ങനെ പോരുന്നുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ കരുതി, റബ്ബേ ആൾക്കാർ കയറുമ്പോൾ മേത്താവില്ല. എൻ്റെ മനസ്സിൽ എൻ്റെ ബുദ്ധി ഓർവുകൊണ്ട് ഞാൻ പറഞ്ഞത് മനസ്സിൽ കരുതിയതാണ്. ഞാൻ അവിടെ എന്ത് ചെയ്തു, പാപ്പ അവിടെ നിന്ന് ഇങ്ങനെ അവിടെ ഒന്ന് കിടന്നപ്പോൾ ഞാനെന്ത് ചെയ്തു, നേരെ അപ്പം തന്നെ മൂത്രം ഒഴിച്ചിട്ട് നേരെ പാപ്പ അവിടെ പൊതിച്ച് കിടന്നു.
അപ്പോൾ എനിക്കുള്ളതായിരിക്കും എന്ന് ഞാൻ മനസ്സിലാക്കി. ഞാനത് അവിടെ ഇറങ്ങി താഴത്ത് വന്നു. അങ്ങനെ മൂത്രവും ഇല്ല, ഒരു നനവും ഇല്ല, ഒന്നുമില്ല. ഓടുമ്പോഴത്ത് കൂടി നമ്മളൊരു കുടം വെള്ളം ഒഴിച്ചാൽ എങ്ങനെ ഒലിച്ചിട്ട് വരുന്നത്, അതേ അവസ്ഥയിലാണ് മൂത്രമുണ്ട് വരുന്നത്. ഞാൻ എൻ്റെ കണ്ണിന് കാണുകയാണ്. അപ്പോൾ അടിക്ക് വന്നപ്പോൾ ഒരു മൂത്രം ഒന്നുമില്ല. ഈ കുളിപ്പിച്ചാൽ കൊണ്ടായ മാതിരി തന്നെ. പിന്നെ പാപ്പ ആരോടും കായ് വാങ്ങൂല. എന്നിട്ട് കോയക്ക് കായ ഉണ്ടാറ് ആരോട് ഇഷ്ടപ്പെട്ട ആളുകളോട് ഉള്ളു കാണുന്ന കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാമാ ഞാൻ നിങ്ങളെ കൽഭാഗം എന്നോവർ, അതേ അവസ്ഥയാണ് പാപ്പാൻ്റെ. അപ്പോൾ അതിലേറെ ഉപരിയാണ് മടവൂർ പാപ്പാൻ്റെ ശിഷ്യ കാര്യം കേട്ടോ. അങ്ങനെ മടവൂർ ശിവനടുത്ത് പോയിട്ട് പോയിട്ട് അങ്ങനെ ഓരോ കാര്യങ്ങളും ഇപ്പം ചുരുക്കി പറഞ്ഞപ്പോൾ ഞാൻ അന്ന് പറഞ്ഞ മാതിരി തന്നെ നിങ്ങളോട് പറയാൻ ഇപ്പോൾ കിട്ടുന്നില്ല എന്നാണ് പറഞ്ഞു വരുന്നത്. ഓര് മറട്ടതായിരിക്കും എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. അങ്ങനെയാണ് കാര്യങ്ങളല്ലേ. പിന്നെ ഇതെന്തൊക്കെ മരുന്നുകളാണ്? ഇത് വയറ് സംബന്ധമായിട്ടും ആരോഗ്യത്തിനും എല്ലാ നിലക്കും പ്രസവരക്ഷക്കും ഒരുപാട് കാര്യങ്ങൾക്ക്. ഇത് കഞ്ഞിച്ച് കുടിച്ചാൽ മുല കുടിച്ചതിന് കുട്ടികൾക്ക് അടക്കം കൊടുക്കാം. ഒരു കേട് പ്രസവത്തിന് മെയിൻ മരുന്നാണിത്. പ്രസവം കഴിഞ്ഞതിന് ശേഷം പ്രസവം കഴിഞ്ഞാൽ മെയിൻ മരുന്ന്. അല്ല, പച്ച അതിന് ഏറ്റവും പവർ പച്ചയാണ്. ഏറ്റവും പവർ പച്ചയാണ്. പിന്നെ ഉണക്കലാകുമ്പോൾ തവിട് ഇടിച്ച് പിടിച്ചാകുമ്പോൾ അതിൻ്റെ 100% പച്ചേൻ്റെ 100% ഗുണം. ഇതിൻ്റെ പേര് കുടൽ ചുരുക്കി എന്നാണ് പറയുന്നത്. കുടൽ ചുരുക്കി. ഇത് പുണ്ണ്, പള്ളവേദന, ഗ്യാസ്, പിന്നെ പുളിച്ചാട്ടൽ, ഏമ്പക്കം, പിന്നെ അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങളും. ഇല്ല, ഒരു 7 ദിവസമോ അല്ലെങ്കിൽ 14 ദിവസമോ. ഒരു കെട്ട് 7 ദിവസം ഉണ്ടാവുമോ? ഇല്ല, ഒരു കെട്ട് 2 കെട്ട് ഉണ്ടായാലും ഒരു 3 കെട്ട് ഉണ്ടായാൽ ഒരു 7 ദിവസം കുടിക്കാം. പിന്നെ ഇത് തൈലങ്ങൾ പിന്നെ മഞ്ചേരി കുരുക്കട നല്ലൊരു തൈലാണ്. അത് നമ്മൾക്ക് അറിയാം, നല്ല കൂട്ടാണ്, അറിയപ്പെടുന്ന ആളുമാണ്. മൂപ്പർക്ക് മരുന്ന് ഉണ്ടാക്കുന്ന പരിചയമുണ്ട്, എല്ലാം കൊണ്ടും ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പം അങ്ങനെ എൻ്റെ അടുത്തേക്ക് തന്നപ്പോൾ ഞാൻ തന്നെ ടെസ്റ്റ് നോക്കി. അപ്പോൾ ഗുണമുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ കഴിഞ്ഞ ശനിയാഴ്ച കോട്ടയ്ക്ക മൂപ്പരോട് ഞാൻ കുറച്ച് ഒരു 10 കുപ്പി മറ്റതും 2 കൂടെ അങ്ങനെ വാങ്ങിയതാണ്. അപ്പോൾ അത് ഉപയോഗിച്ചതിലൊക്കെ അതിന് ഗുണമാണ് പറഞ്ഞത്. അത് പ്രമേയത്തിനുള്ളതാണ്. പ്രമേയത്തിന് മറ്റേ പിന്നെ വേൽമപ്പരുത്തി എന്ന് പറയും, അതിൻ്റെ മുകളിലത്തത്. അത് പിന്നെ നീര് കെട്ടും ഇതിനൊക്കെ പാത്തിപ്പോകാനും ഇതിനൊക്കെ പറ്റും. കൂടുതൽ തൈലത്ത് കൂട്ടും. ഈ മരുന്ന് എവിടെ കൂടുതൽ ആൾക്കാർക്ക് ഈ മരുന്ന് വേണമെങ്കിൽ ഇപ്പോൾ എവിടെ ഉണ്ടാകും? ഞാൻ കൂടുതലും ഒരു ശനിയാഴ്ച കോട്ടയ്ക്ക് പോകും, ഞായറാഴ്ച തിരുവക്കും പോകും, ചൊവ്വാഴ്ച ഇപ്പോൾ ഈ പുതിയ ചന്തയ്ക്കും പോകും. 3 ദിവസം പിന്നെ വീട്ടിലുണ്ടാവും. വീട്ടിൽ തന്നെ ആൾ വരില്ല. കൊറോണ സമയത്തൊക്കെ ഇവിടെ നിന്ന് ആൾക്കാർ കൊണ്ടുപോകലാണ്. എന്താ ഈ കാക്കി ഇടുന്നതിന്റെ രഹസ്യം എന്താ? കാക്കിപ്പോൾ അത് ഇങ്ങനെ എൻ്റെ ഒരു ഉസ്താദാണല്ലോ, ഭയങ്കര കുഴപ്പാപ്പ. അപ്പോൾ അവരൊരു ബഹുമാനത്തിനും അവരൊരു ഇതിക്കും വേണ്ടിയിട്ടുള്ളൊരു റൂട്ടാണ് ഒരു കാക്കിയായിട്ടല്ല. അതേപോലെ ഈ ഇങ്ങനെ ഉള്ള കളിത്തുണി ഇടുള്ളൂ. അപ്പം അന്നേൽക്കാണത് അവരായിട്ടുള്ള ഒരു മഹബത്തിൻ്റെ പേര് ചെയ്ത് ഇത്തിബായ്. അതാണ് വേറെ ഒന്നല്ല. അപ്പോൾ പിന്നെ അത് മാത്രമല്ല, ഇതിട്ട് ഇങ്ങനെ ചേടായിക്കുമ്പോൾ എൻ്റെ അടുത്തേക്ക് മരുന്നിന് വരുന്ന പോലെ തന്നെ ഇതില്ലാതെ ഞാൻ പോയാൽ ഒരു പിറ്റത്താഴ്ച വരും. പിറ്റത്താഴ്ച വരുമ്പോൾ നിങ്ങളല്ലേ കഴിഞ്ഞ ആഴ്ച വന്നു ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് ഇങ്ങനെ കാക്കിയും ഉള്ള ഇട്ട അവസ്ഥതാണ്. അപ്പം അതുകൊണ്ട് നിങ്ങളെല്ലാ ചെയ്ത് ഞങ്ങൾ മടങ്ങിപ്പോയതാണെന്ന് പറയും. അപ്പോൾ പുതിയ ആളുകൾക്ക് പരിചയപ്പെടാൻ ഒരു അനുഭവമായിട്ട് അവർക്കും അതൊരു വലിയ ഉപകാരമായിട്ടാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഇത് മേടിക്കാൻ വേണ്ടി വിളിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നമ്പർ എന്ന് പറയും. നമ്പർ 88 88 91 17. പച്ചമരുന്ന് മുഹമ്മദ് കുട്ടിയാജി. ചെലവില് ബാപ്പുജി എന്നും വിളിച്ചു. അതെ. അപ്പോൾ ആർക്കെങ്കിലൊക്കെ ഇങ്ങനെ മരുന്നൊക്കെ വേണമെന്നുണ്ടെങ്കിലേ മഹാന്മാരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാൽ അതിൻ്റെ ഒരു ബർക്കത്ത് ആ മരുന്നിലും ഉണ്ടാവും. അപ്പം ആർക്കെങ്കിലും മരുന്ന് വേണമെങ്കിൽ ഈ നമ്പർ ഞാൻ പറഞ്ഞു തന്ന ഈ നമ്പറിൽ വിളിച്ച് ബന്ധപ്പെട്ടാൽ ഇൻഷാ അല്ലാ ഒരു നേരത്തെ ദൂരത്തു നിന്നൊക്കെ വരുന്നവരാണ് നേരത്തെ വിളിച്ച് പറഞ്ഞു വെച്ചാൽ ഒരു മരുന്നെടുത്ത് വെക്കും. വന്നാൽ കൊണ്ടുപോകാം അല്ലേ? ഏത് രോഗത്തിനും മരുന്ന് ഞാൻ ഇൻഷാ അല്ലാ പറഞ്ഞു കൊടുക്കും അല്ലേ? നമുക്കറിയും. എൻ്റെ ഉസ്താദ് പറഞ്ഞു കൊടുക്കാനും പറഞ്ഞതാണ്. ബദറുണ്ടാക്കിയ മൊയിൻകുട്ടിയിലെ മോനാണ് എൻ്റെ ഉസ്താദ് പേരക്കുട്ടി. അപ്പോൾ അവർ തന്നെ നേരിട്ട് പറഞ്ഞു കൊടുക്കാനും കൊണ്ടോട്ടി ഓരും പറഞ്ഞു തന്നാണ്. പറഞ്ഞു കൊടുക്കണം, സംഭവം തന്നേക്കണം. അതിനുശേഷമാണ് മൊത്തം പറഞ്ഞു കൊടുക്കല്.
ഏതായാലും നമ്മുടെ മടവൂർ കാഫില കാണുന്നവർക്കൊക്കെ പ്രത്യേകം ദുആ ചെയ്യും. നമ്മുടെ പരിപാടി കേൾക്കുന്നവരും കാണുന്നവരും ഉസ്താദിനും കുടുംബത്തിനും വേണ്ടി ദുആരക്കുക. ഇൻഷാ അല്ലാഹ് മരുന്ന് ആവശ്യമുള്ളവർ ബന്ധപ്പെടുക. ഇനിയും മടവൂർ ശൈഖുനാടെയൊക്കെ അനുഭവങ്ങളുമായി നമുക്ക് ഇനിയും കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. മലബോധം തന്നു മദിനമ്മിൽ വന്നു